നമസ്കാരം. ഇറാന്റെ മണ്ണിൽ ശവക്കുഴി തോണ്ടി ട്രംപ്. രാത്രിയിൽ ഇറാനെ കത്തിച്ചു ട്രംപിന്റെ പട. ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാന്റെ കഥ കഴിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇന്ന് രാത്രി 8 മണിയോടെ ആ രാജ്യം നിശ്ചലമാകുമെന്നുള്ള ട്രംപിന്റെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടിയുള്ള മുന്നറിയിപ്പ്. ഈ രാത്രിയിൽ ഇറാനെ കത്തിച്ച് ചാമ്പലാക്കാൻ ട്രംപിന്റെ പട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാന്റെ കഥ കഴിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് വാചാലനാകുകയാണ്. രാത്രി 8 മണിയോടെ രാജ്യം നിശ്ചലമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് മുന്നോട്ട് വെക്കും. വൈറ്റ് ഹൗസിൽ നടത്തിയ ഒരു അസാധാരണമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇറാന്റെ മേൽ കടുത്ത ഭീഷണി ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. ഇറാൻ വെടിവെച്ചിട്ട് 2 അമേരിക്കൻ പൈലറ്റുമാരെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത്. ഇറാന്റെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടുവെന്നും വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാലം വെറും 10 മിനിറ്റിനുള്ളിൽ തകർത്തുകൊണ്ട് തങ്ങൾ ഈ തന്ത്രം പരീക്ഷിച്ച് വിജയിച്ചതാണ് എന്നുകൂടി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. അടുത്ത രാത്രിയോടുകൂടി ഇറാന്റെ ഓരോ പാലവും തകർക്കപ്പെടും, ഓരോ പവർ പ്ലാന്റുകളും കത്തിയെരിയും. അത് പുനർനിർമ്മിക്കുവാൻ അവർക്ക് ഏകദേശം 100 വർഷമെങ്കിലും വേണ്ടിവരുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നു. ഇറാൻ സൈനികമായിട്ട് പരാജയപ്പെട്ടുവെന്നും സമുദ്രപാതകളിൽ മൈനുകൾ വിതറുകയല്ലാതെ അവർക്ക് മറ്റു വഴികളില്ല എന്നുകൂടി ട്രംപ് പരിഹസിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വെനിസ്വേലിയൻ എണ്ണയുടെ കാര്യത്തിൽ സ്വീകരിച്ചതിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും അദ്ദേഹം ഇവിടെയും കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തെ വെറുക്കുന്നുവെന്നും ബോംബിംഗ് തുടരുവാൻ അവർ തങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്നുമുള്ള വിചിത്രമായിട്ടുള്ള വാദം കൂടി ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനകൾ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതിനെ വിജയമായി ചിത്രീകരിക്കുന്നത് കോമാളിത്തരമാണ് എന്ന് ജിമ്മി ഡോർ വിമർശിക്കുകയും ചെയ്തു. ട്രംപിന്റെ വാർത്താ സമ്മേളനം ഒരു കോമഡി സ്ക്രിപ്റ്റ് പോലെയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രാധാന്യം നേരിട്ടുള്ള വിമർശനമായി അത് വരികയും ചെയ്തു. പെന്റഗണിലെ കണക്കുകളും ട്രംപിന്റെ അവകാശവാദങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എല്ലാ ദിവസവും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് എന്ന് US സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സത്ത് അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 3 ആഴ്ചയായി പ്രതിദിനം ശരാശരി 250 ആക്രമണങ്ങൾ എന്ന നിലയിലാണ് US സെൻട്രൽ കമാൻഡ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. നാറ്റോ സഖ്യകക്ഷികളെയും ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. ബ്രിട്ടൻ വാഗ്ദാനം ചെയ്ത വിമാനവാഹിനി കപ്പലുകൾ പഴഞ്ചനും തകർന്നതുമാണ് എന്ന് കൂടി അദ്ദേഹം പരിഹസിച്ചു വെക്കുന്നു. USS എബ്രഹാം ലിങ്കണ് നേരെ തൊടുത്ത 101 മിസൈലുകളും അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തകർത്തതായിട്ടാണ് ട്രംപിന്റെ അവകാശവാദം. ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന സമയപരിധി, അതായത് ഇന്ന് 8 മണി എന്ന സമയപരിധി അവസാനിക്കാനിരിക്കെ ലോകം മുഴുവനും ആശങ്കയോടാണ് നോക്കിക്കാണുന്നത് എന്നതാണ്. ഇവിടെയാണ് ഇറാൻ പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ തച്ചു തകർക്കാമെന്നുള്ള ശ്രമത്തിലാണ് ട്രംപ്. ആ ഇറാന്റെ മണ്ണിലേക്ക് സേനയെ കടത്തിക്കൊണ്ടുവന്ന്, അമേരിക്കൻ സേനയെ കടത്തിക്കൊണ്ടുവന്ന് അവിടെ ശവക്കുഴി തോണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കും. ഇറാന്റെ മണ്ണിൽ ശവക്കുഴി ഇറാനികൾക്ക് വേണ്ടി തോണ്ടി വെക്കുകയാണ് ട്രംപ്. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാനെ കത്തിച്ച് നാശമാക്കുവാനും ചാരമാക്കുവാനുമാണ് ട്രംപിന്റെ പട തയ്യാറെടുക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ട്, ഇനി ആകെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപിന്റെ പട ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ അമേരിക്കക്കെതിരെയാണെങ്കിലും ഇസ്രായേലിനെതിരെയാണെങ്കിലും ഇറാന്റെ ഒരു പട്ടാളക്കാരനെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തിരിച്ചടി ഭയാനകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല.